ചുണ്ടങ്ങ കാട് പോലെയുണ്ട് വലുതായി. ബെസ്റ്റ് മാന്തള് നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോ കുരുവൊക്കെ കളഞ്ഞു. അത്രയ്ക്കും ഭൂമിയിൽ ആവശ്യമുള്ള സാധനം ആയതുകൊണ്ടാവും ദൈവം ഇത്രയധികം വിത്തിന് കൊടുത്തു. ഒരുമാതിരി അസുഖങ്ങൾക്കുള്ള മരുന്നാണിത്. തന്നു പൂവും കൊണ്ട് കണ്ടത്തിലിട്ടു. ഷോല സിനിമ അടിയിൽ നിന്ന് ഇങ്ങോട്ട് കോരി ഒടുക്കുക, എന്നിട്ട് കഷ്ണം കിട്ടില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലത്തെ വീഡിയോയിൽ നമുക്കെതിരെ കുറേ പരാതികളുണ്ടായിരുന്നു. സരിതേര അറിയാലോ, നമ്മുടെ ഈ ഇതില്ലേ കറ്റാർ വാഴ, അത് സജീവിൻ്റെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോയി. പിന്നെ നമ്മുടെ അവിടുത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ 5-6 സ്ഥലത്ത് ഞാൻ മാറ്റി പറിച്ച് കുഴിച്ചിട്ടു. പിന്നെ അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് മറ്റോടത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. അങ്ങനെ അത് വെറുതെ പറഞ്ഞല്ലോ, ശരിക്കും ചെയ്ത കാര്യം തന്നെയല്ലേ പറഞ്ഞേ. അതെ, അത് വിജയിച്ചില്ല എന്നുള്ളതാണല്ലോ മെയിൻ കാര്യമായിട്ട് പറയണത് അല്ലേ? അതാണ്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കുറേ പീഡനങ്ങള് ഏറ്റുവാങ്ങിയത് ഞാൻ മാത്രമല്ല, ഈ ചെടി ഏറ്റുവാങ്ങിയതും. പിന്നെ ഞാൻ ആരോപിതനാവുകയും ചെയ്ത ഒരു സംഗതിയാണ് നമ്മുടെ ചുണ്ടങ്ങ. ഈ ചുണ്ടങ്ങാനെ ഞാൻ പല സ്ഥലങ്ങളിലും മാറ്റി മറിച്ച് കുഴിച്ചിട്ടിട്ട് 4ാമത്തെ സ്ഥലത്തേക്കാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിനിടയ്ക്ക് ഞാൻ തീയിട്ടതല്ല, അവിടെ ഒരു സാധനത്തിന്റെ അവിടെ മറന്നിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പൊ അവിടെയൊക്കെ ചവറായിരുന്നു. ചുണ്ടങ്ങ മുഴുവൻ തീ പിടിച്ചു. പക്ഷെ ഇപ്പൊ നോക്കിയ ചുണ്ടങ്ങ കാട് പോലെയുണ്ട് വലുതായി. മലയാളികൾക്ക് വലിയ ചുണ്ടങ്ങയോട് വലിയ താല്പര്യമില്ല. പക്ഷെ തമിഴ്നാട്ടുകാർ ഇതിന് ഭയങ്കരമായ വില കൽപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ചുണ്ടങ്ങ. കൊറേ അസുഖങ്ങൾക്ക് നല്ലതാണ്. വയറിന്, കൊളസ്ട്രോളിനും, ഗ്യാസ് ട്രബിളിന്, മൂലക്കുരുവിന്, അൾസറിന്, കുറേ സാധനത്തിന്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാന്ന് പറയണ ഈ ചുണ്ടങ്ങ എന്ന് പറയുന്ന സാധനം. നമ്മൾക്ക് ഒരു 3-4 കൊല്ലം മുമ്പാണ് ഈ നമ്മുടെ കുമാരിച്ചി ചുണ്ടങ്ങേര 2 കൊല്ലം ചുണ്ടങ്ങേര തീയല് നമുക്ക് ഉണ്ടാക്കി തന്നത്. അതിനുശേഷം പറയാലോ, അതിനുശേഷം ഞങ്ങൾ പിന്നെ വെച്ചിട്ടില്ല ഈ സാധനം. ചുണ്ടങ്ങ കിട്ടിയിട്ടില്ല. ഇവിടെ ഇത്ര അധികം ചുണ്ടങ്ങി ഉണ്ടായിട്ട് വിചാരിക്കും വെക്കണമെന്ന്. പക്ഷെ അപ്പഴത്തേത് മൂക്കണേലും മുന്നേ നമ്മളത് വെക്കണം. ഇപ്പൊ എന്തായാലും അത് നല്ലൊരു പ്രായത്തിൽ ഇപ്പൊ മൂക്കാത്ത ടൈപ്പ് കട. ഇപ്പൊ ചുണ്ടങ്ങ വഴുതനങ്ങ ഒരു ഗണത്തിൽ പെട്ടതെന്ന് അറിയാലോ. വഴുതനങ്ങ ശരിക്കും വഴുതനങ്ങ ചെടി മാത്രം മുള്ളുണ്ടെന്ന് മാത്രമല്ല, അവിടെ കായ്കൾ ഇതിന്റെ ചെറുതാന്ന് മാത്രം. ഇതിന്റെ കഥയും കവിതയൊക്കെ ഉണ്ട്. ചുണ്ടങ്ങേരെ കണ്ട കഥയും കവിതയോ? അപ്പൊ ചുണ്ടങ്ങ പൊട്ടിക്കട്ടാ, നല്ല ചള്ള് പോലത്തെ ചുണ്ടങ്ങ. പാത്രം കൊണ്ടുപടി മുള്ളുണ്ട്, പാത്രം കൊണ്ടുപടി. അപ്പൊ നമ്മുടെ വീട്ടില് ചുണ്ടങ്ങ പണ്ട് ഈ ചുണ്ടങ്ങേനെ പേടിച്ചിട്ടേ ചെറുപ്പത്തില് ഈ ചുണ്ടങ്ങ ഇങ്ങനത്തെ മുള്ള് പോലത്തെ പഴുതനങ്ങ ഈ ചെടിയില്ലേ, ഇത് പറമ്പിലൊക്കെ അവിടെ ഇവിടേക്ക് ഉണ്ടാകുമ്പോ അതിനെയൊക്കെ കടയൊക്കെ ഊത്തി കളയും. ഇത് ഒരു കാട്ടുചെടി അല്ലെങ്കിൽ വിഷക്കായ പോലത്തെ സാധനമാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് ഇത്രയും നല്ല സാധനമാണെന്നുള്ളത് നമുക്ക്. അപ്പൊ ഞങ്ങള് തമിഴ്നാട്ടുകാര് ഒരുവിധ എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ ഒക്കെ അവര് ഉപയോഗിക്കുന്നു പറയാ. ഇതിന്റെ മറ്റേ ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നു, ചുണ്ടങ്ങ കൊണ്ടാട്ടം കുമാരിച്ച് കുറെ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ചുണ്ടങ്ങനെ അതുപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ചെന്നൈയിലുള്ള ജയന്തി ചേച്ചി. ആ ചേച്ചി എനിക്ക് അവിടത്തെ കുറെ റെസിപ്പികൾ ഇങ്ങനെ അയച്ചു തരും. ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കണത് മുള്ളുകൊണ്ട് കൈ മുള്ളിക്കണ്ട കൈ മുള്ളുകളുണ്ടാ കൊണ്ടു. അത് നീ പൊട്ടിക്കണ്ട. നീ ഇങ്ങനെ പാത്രം ഇങ്ങനെ പിടിച്ചെന്നാ മതി, ഞാൻ പൊട്ടിച്ചേരാം. അത് എന്തോരം വേണമെന്ന് പറഞ്ഞാൽ മതി. ആദ്യം കൂടി പൊട്ടിച്ചോ, അല്ല കൂടുതലായിക്കോട്ടെ. ഇത് പിന്നെ എത്ര നാള് വേണമെങ്കിൽ വെക്കാം, കൂട്ടാനല്ലേ എടുത്തു വെക്കാം, കേട് വരില്ല. തിളപ്പിച്ച് വെച്ചാൽ മതി. അപ്പൊ ചുണ്ടങ്ങ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അത് നശിപ്പിച്ച് കളയണ്ട, വെട്ടി കളയണ്ട. അവനെ ഇങ്ങോട്ട് വാ. ഇതാളൊരു പുലിയല്ല, സിംഹം. ഞാൻ ഫസ്റ്റ് ഇത് ചുണ്ടങ്ങേര പഴയിടത്തിൻ്റെ അല്ല, നമ്മുടെ ചുണ്ടങ്ങേര ഒരു ഇത് ആദ്യം ചുണ്ണാമ്പ് വെള്ളത്തിലിട്ടിട്ട് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ടിട്ടേ ഇതിൻ്റെ ഒരു ഇത് ചീന പരിപാടി ഞാൻ ആദ്യം ചെയ്തത്. പിന്നീട് കുമാരിച്ച് പറഞ്ഞത് ഒരു ചുണ്ണാമ്പ് വെള്ളത്തിലോട്ടുണ്ടൊന്നും വേണ്ട, കുരുലാണ് ഇതിന്റെ ഗുണങ്ങൾ മുഴുവൻ ഇരിക്കണേ. അത് എള്ളുകറിയാണോ എന്താണ് എന്തോണോ എള്ളുകറി ചെയ്തപ്പോ ഈ ചുണ്ടങ്ങ കൊണ്ടാണ് എള്ളുകറി ഉണ്ടാക്കിയ.
മറ്റേ ഇവർ ബ്രാഹ്മണന്മാർ കണ്ടമാനം ചുണ്ടെങ്കിൽ ഉപയോഗിക്കും എത്ര മതിയാ ആവല അല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങൾ അയ്യോ പിന്നെയും മുള്ളേറ് നീ എന്നോട് ഒന്നും കാണാനില്ലല്ലോ ഇതെവിടെ നീ കയറണേ ഇനി ഇതിന്റെ അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെയ്തിട്ട് ഇതിന്റെ വക്കല്ല ഇതിന്റെ അല്ല ഈ ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞോട്ടോ കണ്ടാ ഇഷ്ടം പോലെ ഇത്ര മതിയില്ലേ കണ്ടാ ഇഷ്ടം പോലെ ചുണ്ടങ്ങ നമ്മുടെ വീട്ടിൽ യാതൊരു ചെലവില്ലേന്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുണ്ടങ്ങയ്ക്ക് കേട് വരില്ല എന്ന് മാത്രമല്ല ഒരു വളപ്രയോഗങ്ങളോ ഒന്നും തന്നെ വേണ്ട, വെള്ളം വേണ്ട, ഏത് പ്രതികൂല സാഹചര്യം എത്ര വലിയ ചൂടായാലും നോക്കിയാലും ആള് ഈ മറ്റേ ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർന്നു വരും. ചാരത്തിൽ നിന്ന് ഉയർന്നെഴുന്നേൽക്കും. അതാണ് ചുണ്ടങ്ങയുടെ ഏറ്റവും വലിയ ഗുണം. മഴ ചെറുതായിട്ട് ചാറിട്ട് നമ്മൾ കുടിയിലേക്ക് പോകണം കേട്ടാ. നടന്നോ. ഇന്ന് കാലത്തൊന്നും ചെയ്തു ചേട്ടൻ, ഇന്ന് കാലത്ത് ചെയ്ത പരിപാടി കാണിച്ചാരാട്ടാ. അതെ ഇവിടെ നിന്നോടുന്ന ഈ ചെണ്ടുമല്ലി തൈ ഇവിടെ നല്ല തടം കോരി നട്ട് ചാണൊക്കെ വെച്ച് മണ്ണിട്ടതല്ലേ, അത് മുഴുവൻ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് കാര്യണ്ട്. ഒരു മിനിറ്റ് നാളികേരട്ടപ്പോ കൊറോണത്തിന്റെ തലയൊക്കെ പോയി കേട്ടാ. കാണിച്ചുതരാം നോക്കിയാ. പിന്നെ നോക്കിയേ കേട്ടാ, ഇങ്ങനെ പോണ കണ്ടാ. അത് ചേട്ടൻ ചാണ അധികം ഇട്ടിട്ടാ. അല്ല ചാണ കൊറോണ പോയി, അത് എന്റെ കുറ്റല്ലേ. അതിന് അപ്പൊ ഞാൻ അവിടെ ഇവിടെ ഒരു തോന്നിയ പോലെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ അപ്പൊ ഞാൻ അവിടെ ഭംഗിയിരിക്കുക വെച്ചു ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ പറയാൻ പാടില്ല, പറയുമ്പോ പറയും കുറ്റാരോപിക്കുന്നു എന്ന് പറയും. നിനക്ക് കോട വേണമെങ്കിൽ പിടിച്ചോ. എനിക്ക് കോടയൊന്നും വേണ്ട, ചെറുതായിട്ട് തൂളണുള്ളൂ, കുഴപ്പമില്ല. ചെറുതായിട്ട് തൂളണുള്ളോ? പക്ഷേ ഇപ്പൊ വെച്ച സ്ഥലം കണ്ടിട്ട് കൊതി അല്ല. നമ്മുടെ രണ്ട് പിള്ളേര് കരയണ് നോക്ക്, ചാർലിയുടെ മൂക്ക് മാത്രം അതിന്റെ ഇടയിൽ കൂടെ പുറത്തിട്ടിട്ട് കരയണ കണ്ടാ. ഇപ്പൊ വെച്ചോണത് കാണിച്ചു കൊടുത്തരുതാ. എന്തിട്ട്? ചെണ്ടുമല്ലി. ഒരു അനക്കം പറ്റാണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടാ. അതായത് ഇത് പിടിച്ച നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുണ്ട് ഈ വഴി ഇരിക്കാണ്ട് വരുമ്പോൾ നോക്കിയാൽ ഈ രണ്ട് സൈഡ് പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം എന്നുള്ള കണ്ടാ. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ അറ്റം വരെ വയ്ക്കാനാണ് പരിപാടി. പിന്നെ നീളത്തിൽ എല്ലാത്തിനും ചാണം ഇതൊക്കെ നന്നായി ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചോണ്ടത്. ഒരു അനക്കം പറ്റാണ്ട് ഇവർ പോലും ഈ ചെടികൾ പോലും അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട്. അല്ലെങ്കിൽ ഇത്രയും സമയമില്ലേ നോക്കിയാൽ വാടേണ്ട ടൈമില്ലേ, ഇതൊരു വാടിൻ്റെ ഒരു വാട്ടം പോലും ഇല്ല, അത്രയ്ക്ക് ഇതിലാണ്. അവർ പോലും അറിഞ്ഞിട്ടില്ല. മറ്റേ മഴക്കാടില്ല പറയാ അത് ഈ മാല തന്നത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയില്ലേ. അത് പൊന്മുട്ടയുടെ മാല മഴക്കാട് പൊന്മുട്ടയുടെ താറാവിൽ പറയില്ലേ, അതുപോലെയാണ്. അവര് പോലും അറിഞ്ഞിട്ടില്ല. അവര് അവര് അവിടെ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവര് അറിഞ്ഞിട്ട് പോലില്ല. ചാർലിന്റെ മൂക്ക്. ചാർലി ഇമ്രാൻ നടന്നോ, ഞങ്ങൾ കിടക്കായി വാ. ചുണ്ടങ്ങാരൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് വേറെ സാധനം ഉണ്ട് കേട്ടാ. ഉഗ്രം മാന്തൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഉഗ്രം മാന്തൽ. അപ്പോൾ നമ്മൾ കുടിയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ ചുണ്ടങ്ങ വൃത്തിയാക്കുന്നുണ്ട, ഇങ്ങനെയാക്കിയിരിക്കുന്നു. അതിൻ്റെ ഞെട്ടുകൾ കളയുന്നു. മഴ പെയ്യുന്നുണ്ട് കേട്ടാ, ഗംഭീരമായ മഴയില്ല. എന്താ ഇമ്രാനും ചാർലിയും വന്നിട്ടുണ്ടല്ലോ. അതെ ഒന്നും അറിയാത്ത പോലെ. ചാർലി അതിൽ കൂടെ പോണ്ടിട്ടാ ചേട്ടാ, ചിലപ്പോൾ അതിൽ ചാടാനായിരിക്കും. ഒരു താപ്പ് നോക്കിയിട്ടാണ് പോണത്. ഞാൻ തീ കത്തിച്ചിട്ട് സ്ഥലത്ത് അടിപൊളിയായിട്ട് തീ കത്തിട്ടുണ്ട്. അത് രണ്ട് ചിരട്ട വെച്ച് കനലാക്കിയതാ. മഴക്കാലല്ലേ, അപ്പോൾ ഈ കനലുണ്ടായിക്കോട്ടെ ചെയ്ത്. പിന്നെ തീ കത്താൻ വിറകൾക്ക് ഒരു നനവുണ്ടല്ലോ. അപ്പൊ അത് ചെയ്ത് തുടങ്ങാം. എന്തൊരു ചെയ്യുന്നു, ഇതിടാൻ സമയമുണ്ട്. അപ്പൊ നീ അതുമ്പോ ചെയ്തോ. അപ്പം കുമാരിയേച്ചി വന്നിട്ട് ചുണ്ടങ്ങ തീയലുണ്ടാക്കിയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ റെസിപ്പി. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഒരു പാത്രം ആദ്യം തന്നെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് മുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ആദ്യം തന്നെ ചൂടാക്കി എടുക്കണം. ഇതിലേക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടിയുടെ ഇത് ഇഷ്ടമുള്ളവർക്ക് ഒരു 4 സ്പൂണൊക്കെ ഇടാം കേട്ടോ. നമ്മൾ 3 സ്പൂൺ ഇടുന്നു. അതുപോലെ ഇതൊരു നോർമൽ എരിവുള്ളൊരു മുളക് പൊടിയാണ്. 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇതിനെ മൂക്കണം. മുളകും മല്ലിയും നല്ല മൂത്തൊരു മണം വരും. അപ്പോൾ സ്റ്റൗവിൽ ചെയ്യുമ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്യാം. ചുണ്ടങ്ങ കംപ്ലീറ്റ് ഇങ്ങനെ ആക്കി കളഞ്ഞു. ഇത് കഴുകണം.
ശരിക്കും ഗ്രീൻ ബീൻസിന്റെ പോയിണ്ട് സരിതേ ചുണ്ടങ്ങ ഇല്ലേ ചാർലിയെ? ഗ്രീൻ ബീൻസിന്റെ പോയില്ലേ? ചാർലി നോക്കാം. ഇയാള് തിന്നിട്ട് താങ്ങിയ പറയാം. കാണിച്ചു തന്നിട്ടില്ല. പിന്നെ എന്നോട് ചോദിക്കുക ഗ്രീൻ ബീൻസിന്റെ പോയില്ലേ നോക്കിയാ ചാർലിയെ കണ്ട അതിന്റെ പോയില്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കരിയരുത്. മതി ഇറക്കി വെച്ചാൽ ചൂടുകൊണ്ട് ഞാവും. ഇത് നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. കരിയരുത് ഒരിക്കലും. കരിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ്റെ ടേസ്റ്റ് മൊത്തം പോവും. ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ട് വെച്ചോ. അതിലേക്ക് ചിലപ്പോൾ കരിയും ഇരുന്നു. ഇല്ല അതിലിരുന്നോട്ടെ. വേറെ പാത്രത്തിൽ ആക്കണ്ട. അതിലിരുന്നോട്ടെ. ഇനി മറ്റേ ചട്ടി വെച്ചോ. ഉരുളിച്ചട്ടി. ചട്ടി വയ്ക്കണോട്ടെ അടുപ്പത്ത്. ചുണ്ടങ്ങിക്ക് പപ്പടാണ് വേണ്ടത്. പക്ഷെ നമ്മൾ നല്ല മാന്തൽ കിട്ടി വാങ്ങിക്കാനല്ല കിട്ടി. നല്ല വലിപ്പമുള്ള മാന്തൽ കേട്ടോ. ബെസ്റ്റ് മാന്തൽ. ഇപ്പോൾ ഇത് വറക്കാൻ സരിത കനം കുറഞ്ഞ മീനുകളാണല്ലോ കഴിക്കുക. അപ്പോൾ ഞാൻ വാങ്ങിച്ചു ഉഗ്ര മാന്തൽ. ഇതിൻ്റെ തൊലി കളയനാണ് വറക്കാനാ. ഞാൻ ചെയ്യാം. എനിക്ക് നകലേറി നിനക്കുരിനാക്കാം. അത് കുഴപ്പമില്ല. എനിക്കിഷ്ടാ. അതെ ചേട്ടന് ഇഷ്ടമില്ലാത്ത 2 മീനുകളുണ്ട് നന്നാക്കാൻ ഇഷ്ടമില്ലാത്തത്. ഒന്ന് മാന്തളും പിന്നെ ചെമ്മീനും. ഇത് രണ്ടും എനിക്കിഷ്ടാ ചെയ്യാൻ. ബാക്കിയുള്ള മീനുകളൊന്നും നന്നാക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതൊക്കെ ചേട്ടന് ഇഷ്ടം. അപ്പൊ കയ്യിൽ നിന്ന് കഴിയട്ടെ. കഴുകിയതാ ചുണ്ടങ്ങ? ചുണ്ടങ്ങി കഴുകി വെച്ചിട്ടുണ്ട് ചേട്ടൻ. ഇതൊന്ന് ചതയ്ക്കണം. ചതയ്ക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് പൊട്ടിക്കണം. അത്ര വേണ്ടോ? ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചാ മതി കേട്ടാ. ഉരുണ്ട് പോര്. നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ കുരുവൊക്കെ കളഞ്ഞു. തോട് മാത്രം ചുണ്ണാമ്പളത്തിലിട്ടിട്ട് ചെയ്തു. അതിൻ്റെ ഒന്നും ആവശ്യം സാറില്ലേ. ഓരോന്നൊക്കെ പോട്ടെ. എനിക്കിവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. മാന്തലിൻ്റെ തൊലി കളയിലാണ് പ്രധാന പണി. പക്ഷെ അത് ഒരു ദിവസം ചേട്ടൻ വെറുതെ ഇരിക്കും. ഞാൻ എടുക്കാൻ പണികൾ. ഞാൻ സാധാരണ ചേട്ടനല്ല പണികളൊക്കെ എടുത്തിട്ട് ഞാൻ വെറുതെ ഇരിക്കല്ലേ ചെയ്യാറ്. അങ്ങനെ ചതച്ചു ചതച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വെറുതെ ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ടുള്ളൂ. അതെ ഒരു 10,000 വിത്തുണ്ട്. അത്രയ്ക്കും ഭൂമിയിൽ ആവശ്യമുള്ള സാധനം ആയതുകൊണ്ടാവും ദൈവം ഇത്ര അധികം വിത്തിന് കൊടുത്താണ്. ഒരിക്കലും ഇത് നാമാവശേഷമായി പോവരുത്. ഒരുമാതിരി അസുഖങ്ങൾക്കുള്ള മരുന്നാണിത്. വയറ് സംബന്ധമായ മനുഷ്യന് അത്രയേറെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ പോലെ ഈ കുരു ഇവിടെ പോയിട്ട് ഇവിടെ ഇനി മുളയ്ക്കും നിറച്ച് തൈകൾ അല്ലേ. ഇത് ചള്ള മൂക്കാത്താണ്. അതേനെ മുളക്കില്ല. വേപ്പിന്റെ നല്ലതില്ല ഇവിടെ ഒന്നും. മോളിലാ നല്ലത് മുഴുവൻ. വേപ്പിന്റെ ഇല പൊട്ടിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതേ ഒരു വടി. അതുകൊണ്ട് അങ്ങനെ താഴ്ത്തിട്ട് പൊട്ടിയാൻ പറ്റും. ഗ്ലാമറില്ല. അത് വേപ്പില. ചട്ടി ചൂടായി അതിലേക്ക് ഒഴിക്കേണ്ടത് നല്ലെണ്ണയാണ് കേട്ടാ. പിന്നെ ഒരു കാര്യം ഉണ്ട്. ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. നമ്മള് പൊടികൾ ചൂടാക്കിയില്ലേ, അതിൽ ശരിക്കും 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് കുമാരേച്ചി ചൂടാക്കി. ഞാൻ എണ്ണ ഒന്നും ഒഴിക്കാണ്ട കേട്ടാ ചൂടാക്കിയത്. ആ എണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക്. എണ്ണ ചൂടായി തോന്നുന്നുണ്ട്. ചൂടാവുമ്പോ പൊട്ടിയോളും. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വേണം ഇതിട്ടാ ഉലുവ. കടുക് പൊട്ടി കഴിയുമ്പോ കുറച്ച് ഉലുവ. ഒരു 10-20 ഉലുവ. ഉലുവതേ പെട്ടെന്ന് തന്നെ പൊട്ടുട്ടാ. അത് കഴിയുമ്പോ വേപ്പിലിടാം. ഇതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇടാം. ചുമന്നുള്ളി അരിഞ്ഞത് ഒരു 10-15 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10-12 അല്ലി. ഇപ്പോഴാണ് കൂട്ടാൻ സൂപ്പറായി. അതെ ഇതിപ്പോ ഈ ഇളക്കുമ്പോഴേ ഒരു മണമുണ്ട്. അത് എണ്ണയുള്ള കാരണം എണ്ണയുടെ മണം എന്ന് വരുന്നത്. എണ്ണയും കൂടി ചേർന്നുള്ള മണം. നമുക്ക് സാധാരണ വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കുന്നത് വെളിച്ചെണ്ണല്ലേ. അതെ. അപ്പൊ ആ മണം വേറെ, ഈ മണം വേറെയാണ്. അതെ.
ശരിയാ, ഇത് എണ്ണ നല്ല എണ്ണയുടെ ഒരു മണം. ഇതാണ് നല്ല മണം. പുകമൂളി ഇവിടെ പോകണില്ല. ഇതാ പുക പോണ്ട്. ഇത് ഇപ്പൊ ചട്ടിന്ന് വരെ പുകയാ. നോക്കിക്കോട്ടെ. ചട്ടിന്ന് വരെ ചേട്ടാ ബാക്കി പുക പോയി. ആ ചിരട്ട ഈ അറ്റത്തേരം നോടുന്നത് അത് അങ്ങോട്ട് നീക്കി വെച്ചപ്പോ അത് പോയി. പുക ശരിക്കാണ്ട് പോകണില്ല, ചെറുതായിട്ട് പോകണല്ലോ. ഈ ഉള്ളി വെളുത്തുള്ളിയും എന്തേ വാടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചുണ്ടങ്ങ ചതച്ചതില്ലേ അത് ഇട്ട് കൊടുക്കാം. ഇപ്പളാണ് അടിപൊളി മെഴുക്ക് പറ്റിയിട്ടേ സരിതാ അല്ലേ. കുറച്ച് ഉപ്പ് മൂടിയിട്ട് കഴിഞ്ഞാലേ ഉപ്പിടണം. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളി നുറുക്കിയതാണ് ഇത് ഇട്ട് കൊടുക്കാം. ഇനി മൊത്തം ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പില്ലേ അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചുണ്ടങ്ങിയില്ലേ ഇത് കിടന്ന് വഴറ്റി വരണം. വാടി തക്കാളി കോടയും നോക്കിയാ നല്ല രസമായി. ഇത്രയും ബെസ്റ്റ് സാധനം ഈ അടുത്തൊന്നും കിട്ടില്ല സരിതാ. ഉറുമ്പേ നിന്റെ കൈ ഇങ്ങനെ പിടിക്കും, എൻ്റെ കൈ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ ഉറുമ്പേ എങ്ങട് പോണ്, ഭരണി കാവില് വിത്തിന് പോണ്, അവിടുത്തെ തമ്പുരാൻ എന്ത് പറഞ്ഞു, തല്ലാൻ വന്നു കുത്താൻ വന്നു, കൈത വളപ്പിൽ ഓടി ഒളിച്ചു, കൈത എനിക്കൊരു പൂവ് തന്നു, പൂവും കൊണ്ട് കണ്ടത്തിലിട്ടു, കണ്ടം എനിക്ക് നെല്ല് തന്നു, നെല്ലും കൊണ്ട് ചെമ്പിലിട്ടു, ചെമ്പ് എനിക്ക് പുഴുങ്ങി തന്നു, പുഴുങ്ങിയതും കൊണ്ട് ഒരലിലിട്ടു, ഒരല എനിക്ക് കുത്തി തന്നു, കുത്തിയതും കൊണ്ട് കഴിഞ്ഞിട്ടില്ല, കുത്തിയതും കൊണ്ട് കലത്തിലിട്ടു, കലം എനിക്ക് കഞ്ഞി തന്നു, കഞ്ഞിയും വിളമ്പി, ചുണ്ടങ്ങേരെ കാതും കുത്തി, ചുണ്ടങ്ങേരെ കാതും കുത്തി, പട്ടര വീട്ടില് കല്യാണം. ഇങ്ങനെയാണ് ആ പാട്ട്. ശരി, ചുണ്ടങ്ങ അങ്ങനെ ഒരു ലാസ്റ്റ് വരുന്നുണ്ടല്ലേ. ഞങ്ങള് ചെറുപ്പത്തിൽ ഈ കളി കുട്ടികൾ കളിക്കാറുണ്ട് ഇങ്ങനെ ഇതുപോലെ കട്ടുറും പിന്നെ കാതുകുത്ത് അങ്ങനെ. ലോക്കലായി അതാണ് നമ്മളൊക്കെ പാടിയിട്ടുള്ളത്. ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് ഞാൻ പാടിയിട്ടുണ്ട് മുന്നേ. തോന്നുന്നു ചുണ്ടങ്ങ പൊട്ടിച്ചപ്പോഴേ ഞാൻ തോണ്ട്. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി മല്ലിപ്പൊടിയില്ലേ അതിലിട്ട് കൊടുക്കാം. ഇത് കൊറേ ദിവസം ഇരിക്കില്ല ഈ കൂട്ടാൻ. അല്ല നമുക്ക് ഇത്രയ്ക്കധികം കൂട്ടാൻ വേണ്ടല്ലോ ഒറ്റടിക്ക്. കുമാരിക്ക് പറഞ്ഞിട്ടുണ്ട് അന്ന് ഉണ്ടാക്കി വെക്കുന്നില്ലേ അങ്ങനെ. അത് പ്രസവിച്ച് കൊടുക്കണവർക്ക് മെയിൻ ആയിട്ട് അവിടെ കൊടുക്കണത് ഈ ചുണ്ടങ്ങ ഈ കൂട്ടാനും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടിയിട്ടാ ഇവിടെ കൊടുക്കും. അത്രയും നല്ലതാണ് പ്രസവരക്ഷയ്ക്ക്, അതിനൊക്കെ നല്ലതാണ്. അത് അവരുടെ അവിടുത്തെ രീതിയാണ്. നമ്മളവിടെ പ്രസവരക്ഷയ്ക്ക് മറ്റേ ഉണക്ക സ്രാവ് നന്നായി മിളകും ഇതൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുത്ത് വെക്കും. ഉണക്ക സ്രാവില്ലേ നല്ല മിളക് പൊട്ടിക്കാൻ നന്നായിട്ടിട്ട് സെറ്റാക്കി കൊടുക്കും വയറുണങ്ങാനായിട്ട് ഉള്ളിലത്തെ. അല്ല അങ്ങനെയല്ല, ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമില്ല ഉണക്ക സ്രാവ്. എൻ്റെ മണം എനിക്കിഷ്ടമില്ല. അത് കാരണം സാധാരണ കൂട്ടാനുകളൊക്കെ കൂട്ടിയിട്ട ചോറ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കൂട്ടായിട്ട് മാറിയിട്ടാ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. തമിഴ്നാട്ടുകാർ മഞ്ഞൾപ്പൊടി കുമാരേച്ചി പുളിവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചത്. ഞാൻ അതിൽ കിട്ടുമെന്ന് മാത്രം. ഇനി പുളിവെള്ളം, കോൽപ്പുളി, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി, അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ച് വെച്ചതാണ് കേട്ടത്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് കായപ്പൊടി. ഒരു 1/4 ടീസ്പൂണിലധികം കായപ്പൊടി ഇട്ടുണ്ട്. നോക്കിയാൽ ഉപ്പൊക്കെ നോക്കി നോക്കി ചേട്ടൻ. ഉപ്പാ കായ എന്തിൻ്റെങ്കിലും മണം കുറവുണ്ട്, പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ പുളി വേണമെങ്കിൽ പിഴിഞ്ഞ് വയ്ക്കാം. ഉപ്പ് ഉണ്ട് സ്വല്പം, ആ പുളിക്കുണ്ട്, രസം കേട്ടാ. പുളിയുണ്ട്. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തീമുട്ടി വേണമെങ്കിൽ ചേർക്കാം, വേണ്ട. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നാളികേരം അരച്ച് ചേർക്കണം. അത് ഓപ്ഷണലാണ്. എല്ലാവരും ഒന്നും തീയിലുണ്ടാക്കണവർ ചേർക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കുമാരേച്ചി ചേർക്കും. ഇത് കുറച്ച് നാളികേരം പച്ചയ്ക്ക് അരച്ച് ചേർക്കണം. ഞാൻ അത് അമ്മിയും അരയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു അമ്മിയും അരയ്ക്കേണ്ട. അതെന്താണെന്ന് അറിയോ, ഇനിയേ മീൻ നന്നാക്കണ്ടേ, അത് കാരണം കൊണ്ട് ഞാനിത് മിക്സിയിൽ അരച്ചിട്ട് വരാം. മിക്സിയിൽ അരച്ച് വന്നിട്ട് ഞാൻ മീൻ നന്നാക്കായിരിക്കാം. ഇത് അരച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് നാളികേരം കണ്ട, ഒരു 4 സ്പൂൺ ഉണ്ടാവും. നാളികേരം അരച്ചത് കൊണ്ടുവന്നു വേണ്ട. ഇത് തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ വേണം ഈ അരച്ചത് ചേർക്കാൻ. തിളച്ചിട്ടില്ലേ,
കള്ളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രക്കുണ്ടല്ലേ മീൻ. 1 കിലോ മീനാ എനിക്കേ ഇങ്ങനത്തെ എല്ലാം ഇഷ്ടം. എനിക്ക് ചെറിയ മാന്തള ഇഷ്ടം. ചെറിയ മാന്തളൊന്നും ഇല്ല ഇപ്പൊ. അത് തിളയ്ക്കുമ്പോ ഇനിയുള്ളത് ഞാൻ പറഞ്ഞുതരാം, ചേട്ടൻ ചെയ്താൽ മതി കേട്ടാ. ഞാനും നഖം വെട്ടി, അത് വേറെ കൊണ്ട് പിടിക്കാൻ കിട്ടില്ല. ഇതില്ലേ, ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ മനോരമ മനോരമ പേപ്പറിൻ്റെ ഞായറാഴ്ച പറ്റി പാട്ടാണ്. പേജ് വേണ്ട, ഫുള്ള് എന്തിനെന്നറിയോ? ഷോല സിനിമ, ഈ നാട് തീക്കനൽ. ഷോല സിനിമയുടെ 50ാമത്തെ വാർഷികമാണ്. 50 അല്ല, ആഗസ്റ്റ് 15, അതായത് മറ്റന്നാളത്തേക്ക് ആഗസ്റ്റ് 15 അത് ഇറങ്ങിയത്. 1975 ആഗസ്റ്റ് 15 ഇറങ്ങിയ പടമാണ്. ആ സമയത്ത് എനിക്ക് ഞാൻ പറയാം, ഞാൻ 5 വയസ്സ് 50 കൊല്ലം മുന്നേ. അപ്പം ഞാൻ 1 പഠിക്കാൻ പോകും. ആ സമയത്ത് ഈ ചുമരമിലൊക്കെ അടിയന്തരാവസ്ഥരെ ഇതിലൊക്കെ നിറച്ച് ചുമരുകൾ എന്ന് പറഞ്ഞ മതിലുകളിലും അവിടെയൊക്കെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ള കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ഈ സിനിമ ഇറങ്ങിയത്. ഈ സിനിമ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയില്ല, ഇത് രാഗത്തിലാണ് വന്നത്. അപ്പോൾ ഈ സിനിമേനെ ഞാൻ സരിതിക്ക് ഇതിനെ കുറിച്ചിട്ട് അത്രയ്ക്ക് വലിയ ധാരണയില്ല ഈ സിനിമേനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ ഇന്നലെ ഈ സിനിമേനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് സിനിമയെന്ന് വീണ്ടും കണ്ടു ഷോല. ചേട്ടൻ പറഞ്ഞു ഇതിനെ കുറിച്ച് വായിച്ചപ്പോൾ ഈ പടം കാണാൻ തോന്നുന്നു എന്നിട്ട് യൂട്യൂബിൽ ഞങ്ങൾ കണ്ടതാ. കണ്ടപ്പോൾ എന്തിട്ട് തോന്നി? എനിക്ക് വലിയതായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കര ലാഗ്. 3.25 മണിക്കൂറുണ്ട് പടം. അത് ശരിക്കും ഒരു 2 മണിക്കൂറൊക്കെ മതിയെന്ന് തോന്നി. എന്നെ ആൾക്കാർ പൊങ്കാലിടാൻ വരെ ഈശ്വര ഇത്രക്ക് ലോക പ്രശസ്തമായ സിനിമയാണ് കുറ്റം പറയുന്നത്. ഈ സിനിമയെ ഞാൻ വിചാരിച്ചു ചെമ്പൽ കാടുകൾ, നമുക്ക് ഹിന്ദി അറിയാത്തോണ്ടാവും. ചെമ്പൽ കാടുകൾ മധ്യപ്രദേശ് വശത്തല്ല ഉള്ളത്. അപ്പോൾ എൻ്റെ ധാരണ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശിലാണെന്ന് വിചാരിച്ചേ. ഈ പേപ്പർ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് കർണാടകത്തിലത്തെ ബാംഗ്ലൂർ മൈസൂർ റോഡിൻ്റെ ബാംഗ്ലൂരിന് 50 കിലോമീറ്റർ മാറിയിട്ട് ഒരു സൈഡിലത്തെ ഒരു എന്നിട്ട് രാമദേവരബെട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വളരെ ഒരു ഭയങ്കരമായ കുഗ്രാമമായിരുന്നു. അപ്പോൾ ഇത് 1972 പകുതിയിലാണ് 1972 ഇത് ഷൂട്ടിങ് വരുന്നത്. 2.5 കൊല്ലം പിടിച്ചത് ഷൂട്ട് ചെയ്യാൻ ഈ ഗ്രാമത്തിൽ. അപ്പോൾ ഇങ്ങനെ ഗ്രാമത്തിലേക്ക് ഉള്ള വഴിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികളൊന്നും പോകാത്ത അങ്ങനത്തെ ഒരു വഴിയായിരുന്നു. അപ്പോൾ ഈ രമേശ് സിപ്പി എന്ന സംവിധായകൻ, ആളുടെ അച്ഛനാണ് GP സിപ്പിയാണ് ഇതിന് നിർമ്മാതാവ്. അവർ ഈ വഴിയൊക്കെ ടാറിട്ടുന്ന് വണ്ടികൾ വരാനായിട്ടേ. ആ പ്രദേശത്തുള്ള എല്ലാവർക്കും ജോലി, അവർക്ക് സാധാരണ അവർക്ക് 7 രൂപ കൂലി കൊടുക്കുന്നവർക്ക് കിട്ടുന്നവർക്ക് ഇവർ 10 രൂപ കൂലി കൊടുത്തു കൊടുക്കുന്നത്. അവിടെയുള്ളവർക്ക് ഇതിൽ സിനിമയിൽ അഭിനയിക്കുക. അങ്ങനെ ആ ഗ്രാമം മുഴുവൻ ഇതിൽ പങ്കാളികളായി ഇത്ര. എന്നിട്ട് പിന്നെ അതിലത്തെ തമാശ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റുള്ള ചില ആളുകളൊക്കെ ഇതിലത്തെ ഈ ഗ്രാമത്തിലത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കലും കുറെ പേര് കൂടി. 2.5 കൊല്ലല്ലേ പിന്നെ എങ്ങനെയാ? ആ സമയത്ത് അമിതാഭ് ബച്ചൻ്റെയും ജയബാദ്രിയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ധർമ്മേന്ദ്രയും ഹേമമാലിനിയും കൂടി പ്രണയത്തിലായത് ഈ സിനിമയിലാന്ന് പറയുന്നു. പിന്നെ എന്നിട്ട് അതിൻ്റെ തമാശകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടീനെ മറച്ചിരുന്നത് ഭാഗമുണ്ട്. ആ പെൺകുട്ടീനെ ഇത് ഇപ്പോൾ കാണുന്നത് 60 വയസ്സാണ്ടായിട്ടുള്ളത്. എന്താ പേര്? ഈ വെളിച്ചങ്കാരൻ ഷോലയിൽ ബാലതാരമായി അഭിനയിച്ച എന്തൊട്ട് ബോറമ്മ എനിക്ക് ബോറമ്മ. പിന്നെ അവിടെ ഒരു ദൊഡ് ആലത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും കൂടി വേണ്ടി ബുള്ളറ്റും എങ്ങനെയുണ്ട് ആ പാട്ട് പാടി, ഹേ ദോസ്തി കം നഹീ തോടങ്കേ. ആ പാട്ട് നമ്മൾ ഈ ഷോല സിനിമയൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒല്ലൂർ ഡേവിസിലൊക്കെ വന്നിട്ട് കുറേ കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഇറങ്ങിയ ടൈമിൽ ഞാൻ എല്ലാവരും ഈ പാട്ട് പാടി നടക്കും. തോളത്ത് ഞങ്ങൾ കൈയിട്ടിട്ട് ഇങ്ങനെയുണ്ട് പാട്ട്, ഏ ദോസ് ബുള്ളറ്റൊന്നുമില്ല വെറുതെ കിടന്ന് നടക്കാൻ. അങ്ങനെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ട്. അങ്ങനെ ഷോല കണ്ടു, നിറയെ പാറക്കെട്ടുകളും ഇതൊക്കെ ആയിട്ടുള്ളത്. അംജിത്ത് പിന്നെ അന്നത്തെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ അംജിത്ത് എൻ്റെ ചിരിയാണ് ഞങ്ങൾക്ക് അഭിനയിക്കുക. എല്ലാവരും ചിരി പിടിക്കും. മിമിക്രിക്കാർ പിന്നെ അത് കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മിമിക്രിക്കാർ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ അംജിത്ത് എൻ്റെ ചിരി അവതരിപ്പിക്കും. ഓർമ്മയുണ്ടാവും? നിനക്ക് ഓർമ്മയുണ്ടാവില്ല. എല്ലാവരും
എനിക്കിങ്ങനെ ഓർമ്മയുണ്ട് 50 കൊല്ലം മുന്നത്തെ കാര്യം. 50 കൊല്ലം മുമ്പല്ല, പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ ലോക്കൽ തിയേറ്ററിലൊക്കെ എത്തിയത്. 45 കൊല്ലം. അപ്പോഴും എനിക്കിങ്ങനെ ഓർമ്മയുണ്ടാവുക. അല്ല, എനിക്ക് ഓർമ്മയില്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടോന്ന്. അങ്ങനെ കുറെ ഓർമ്മകള് ഷോലേനെ പറ്റി നമ്മുടെ വ്യൂവേഴ്സിനുള്ള ഓർമ്മകൾ അവരും കമന്റിലൂടെ പങ്കുവെക്കൂ. ഷോലേനെ കുറിച്ചിട്ടുള്ള ഓർമ്മകള്. ഷോല ഇന്ത്യൻ സിനിമയിലത്തെ ഒരു ഇതിഹാസ സിനിമയാണിത്. ഇതിൽ പറയണത് ആ പടം ഷൂട്ട് ചെയ്യാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നാണ് നമ്മൾ ആ പടം കാണുമ്പോൾ ആലോചിച്ചു തുടങ്ങി. ആ കുതിരപ്പുറത്തുള്ള ചേസുകളും കാര്യങ്ങളൊക്കെ. അത് ശരിയാ. അപ്പൊ അമിതാഭ് ബച്ചനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക്. ലാസ്റ്റ് മരിച്ചപ്പോ ഞാൻ കരഞ്ഞു. ഈ അമിതാഭ് ബച്ചനായിരുന്നു നായകനായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. എന്നിട്ട് പണ്ട് ഈ നോട്ടീസ് വരില്ലോ, സിനിമാ തിയേറ്ററിലത്തെ നോട്ടീസുകൾ ഇവിടെയൊക്കെ കൊണ്ടുവന്നിടും. ഷോലെ നോട്ടീസ് ഇവിടെ വന്നപ്പോൾ ഇവരെ ശ്രദ്ധിക്കുക അങ്ങനെയാണ് എഴുതി പോണത് നോട്ടീസിൽ. സജീവ് കുമാർ, ധർമ്മേന്ദ്ര, ഹേമമാലിനി, അമിതാഭ് ബച്ചൻ, ഇങ്ങനെയാണ് ക്രമം എഴുതി പോണത്. അല്ലാണ്ട് മെയിൻ നായകനിൽ ആദ്യം എഴുതാ അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര, ഇങ്ങനെയാണല്ലോ പോകേണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലത്തെ നായകൻ എന്ന് പറയുന്നത് ഈ സജീവ് കുമാർ. മറ്റേ അല്ല, പടം കഴിഞ്ഞപ്പോഴും ലാസ്റ്റ് പേരെഴുതി കാണിച്ചപ്പോഴേ ആദ്യം ധർമ്മേന്ദ്ര, സഞ്ജീവ് കുമാർ, അങ്ങനെയാണല്ലേ, പിന്നെ ഹേമമാലിനി, എന്നിട്ടാണ് അമിതാഭ് ബച്ചൻ, പിന്നെ ജയബാദുരി, അങ്ങനെയായിരിക്കും. അങ്ങനെ കിടക്കണേ. അപ്പൊ അതൊന്നൊരു വിഷമം തോന്നി പറഞ്ഞു. പാവം അമിതാഭ് ബച്ചനെ നായകനാക്കിയില്ലല്ലോ ഈ സംവിധായകൻ. ലാസ്റ്റ് മരിച്ചു. അങ്ങനെ ഷോലയുടെ ഓർമ്മകൾ നിങ്ങൾ പങ്കുവയ്ക്കിട്ടാ. സരിത ഇത് കീറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാടാ കിട്ടാനായിട്ട്, ഇന്ന് അകലിയാത്തത് കൊണ്ടേ. ഷോല സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള പാറക്കെട്ടുകളാണെന്ന് അറിയാം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ഷോലയുടെ ചിത്രങ്ങൾ, അതായത് വരച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ചുമരുകളൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ നാട് ആകെ മാറി. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പോവാം, ഭയങ്കര ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത്രയ്ക്കധികം ആളുകൾ വരുന്നൊരു സ്ഥലമായി മാറിയിരുന്നത്. സ്ഥലത്തിൻ്റെ പേര് എന്നിട്ട് രാമദേവ രബട്ടെ. മറ്റേ മഞ്ഞുമൽ ബോയ്സ് പോലത്തെ എന്തിട്ടൊരു പടം വന്നു കഴിഞ്ഞാൽ അല്ല, ഗുണ കേവ് ഫേമസ് ആയില്ലേ, അവിടുത്തെ തിരക്കാണ്. നമ്മുടെ കൂട്ടാൻ തിളക്കിട്ടാ, അതിൽ നാളികേരം അരച്ച് ചേർത്തോ. നമ്മുടെ കൂട്ടാൻ തിളക്കിട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് നാളികേരം അരച്ച് ചേർക്കാം. ഇതിലിനി വെള്ളം ഒഴിക്കലല്ലേ സരിതേ? വെള്ളം ഒഴിച്ച് ചേർത്തോ. ഇത്തിരി വെള്ളം ഒഴിക്കാല്ലേ? ഇതിങ്ങനെ ഭയങ്കര കുറുക്ക് പോലെ അല്ലേ ഇരിക്കുക കൂട്ടാൻ. കുറച്ച് വെള്ളം. നമ്മൾ കുറച്ച് മാന്തൽ ആക്കിയത് തൊലി കളഞ്ഞത് നമ്മൾ കഴുകിയിരിക്കുന്നുണ്ട്. ചേട്ടി ഇതിന്റെ തൊലി ഇട്ട് കൊടുക്കണ? തൊലിയാ? പച്ചവടയാ? ഏയ്, ചാർലിക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തു. ചാർലി എന്റെ മൂത്തി നോക്കി. അവറ്റങ്ങൾ തിന്നും. വറുത്തിട്ട് കൊടുക്കാം. വറുത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിലേ അല്ലെ ചിലപ്പോൾ ഛർദിക്കൂല്ലേ? പറയാൻ പറ്റില്ല. ഇത് വറക്കാനായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അവന് നീ വരട്ടരുത് കേട്ടാ, അതും തിന്നോട്ടെ കേട്ടാ. പറ്റി ഇടുവാ ഇമ്രൂ, വറുത്തിട്ട് തരാട്ടാ ചാർലിയെ. കുറച്ച് സമയമായി നമ്മുടെ കൂട്ടാൻ ഇങ്ങനെ ചെറുതീയിൽ കിടന്നിട്ട് ഇങ്ങനെ തിളയ്ക്കണോട്ട്. അങ്ങനെ തിളയ്ക്കണം കുറച്ച് സമയം. ചെറുതീയിലിട്ട് തിളക്കിയപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഒരു ഇത്രയ്ക്ക് കുറച്ച് ജീരകപ്പൊടി, നല്ല ജീരകം പൊടിച്ചത് കേട്ടോ, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിറക്കാം. ഭയങ്കര കട്ടിയില്ലാട്ടാ കൂട്ടാൻ. ഇതിരുന്ന് കട്ടിയാവും, ചട്ടിയിലല്ലേ ഇരിക്കണേ. പിന്നെ ഭയങ്കര കട്ടി വേണ്ട, നമുക്ക് ഇങ്ങനെ ഒഴിച്ചു ഉണ്ണാനുള്ളതല്ല. കാണാൻ ഭയങ്കര ക്ലാമറ കൂട്ടാൻ. ഇനി അത് ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് മീൻ വറക്കാൻ. വേപ്പില ഉണ്ടല്ലേ? വേപ്പില ഇടാം. ഇനി ഇത്തിരി വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ പരിപാടി. അപ്പോൾ നമ്മുടെ മനോഹരമായ കുമാരി ചേച്ചിയുടെ ചുണ്ടങ്ങ, ഇത് ചുണ്ടങ്ങ തീയലെന്നല്ലേ പറയാ, അത് നമ്മൾ ഇറക്കി ഇവിടെ വയ്ക്കുന്നു കേട്ടോ. അത് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മീൻ വറക്കാനായിട്ടുള്ള നമ്മുടെ ദോശക്കല്ല്. നാളെ മീൻ വറുത്ത് നമ്മൾ ഇത് തന്നെയാണ് വീണ്ടും ഇതിൽ പരീക്ഷിക്കുന്നു. ഇതിനെ ഇവിടേക്ക് എടുത്ത് വയ്ക്കുന്നു കേട്ടോ. അതേ തടസ്സം കൊണ്ടാച്ചിട്ടാ. നമ്മുടെ
കല്ല് ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഞാൻ എണ്ണയിൽ വറക്കാമെന്ന് പറഞ്ഞു സരിതയുടെ. അപ്പോൾ സരിത പറഞ്ഞു വേണ്ട, 2-3 വേപ്പിലായിരുന്നു രണ്ട് വെറുതെ വെക്കുന്നുണ്ട് കേട്ടാ. ഒന്നുമില്ല, ഒരു പിടുത്തം. മറ്റേ സാധനം ഇടില്ലേ, പൊടി കൂടിയൊന്നും വേണ്ട. നീ മാന്തൽ ഭയങ്കര ടേസ്റ്റുള്ള മീനാട്ടാ ഈ ഇത്. നല്ല രസം. ചൂടത്തിരിക്കാൻ ഞാൻ വെറുതെ ഒന്ന് മറച്ചിട്ടുണ്ട് തരുതാ. എന്തിനാ എന്നോട് പറയണേ മറച്ചിട്ടോ? അടിപിടിക്ക് ഈ ദോശക്കല്ലേ. ഇനി ഇതിൽ തന്നെ മീൻ വറുത്താൽ മതി നമുക്ക് മീൻ വാങ്ങിക്കുമ്പോഴേ മതി. സെൻട്രലത്തെയായി അവർ തല പോയി. ഇപ്പൊ കൂട്ടാൻ ഒഴിക്കണ്ടേ? കൂട്ടാൻ ഒഴിക്കണ്ടേ? മീനെടുത്ത് വയ്ക്കുന്നു കേട്ടാ. കൂട്ടാൻ ഒഴിച്ച കൂട്ടാൻ തുറന്നു ഇളക്കുന്നു. ഒന്നുകൂടി ഇളക്കി. ആ എന്നിട്ട് ഒഴുകി അടിയിൽ നിന്ന് ഇങ്ങോട്ട് കോരി ഒഴുകി. എന്നിട്ട് കഷ്ണം കിട്ടല്ലോ. മതി 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 മതി. ഇതാണ് മാറ്റി വെച്ചാൽ നീ അല്ല, എനിക്ക് പ്രചോദനം ഉണ്ടാവും. പ്രചോദനമല്ല, പ്രലോഭനം ഉണ്ടാവും. ഈ കൂട്ടാൻ്റെ മണം, ഈ മീൻ വറുത്തതും നമ്മളെ ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക ലോകത്തിലേക്ക് കൊണ്ടുപോട്ടാ ഇല്ലേ? ഈ വേപ്പിൻ്റെ ഇല തിന്നാൻ തന്നെ എന്താ രസം. എൻ്റെ അമ്മോ, എന്തിട്ട് കൂട്ടാൻ. ഒരുള്ള തന്നോട്ടെ. ചോറിൽ ഉപ്പും കൂടി ഇല്ലേ? ചോറിൽ ഉപ്പിടാണ്ട് സരിത കൊണ്ടേ ഉപ്പും കൂടി ഉണ്ടെങ്കിൽ ഞാൻ മീൻ വറുത്ത കൂടി തിന്ന് നോക്കിയേ. മീൻ വറുത്തതിൽ ഇത്തിരി കൂടുതലാ. അപ്പം ഡ്രോയായി ചുണ്ടങ്ങ സാധനമല്ല, ചിലവ് കുറഞ്ഞ ചുണ്ടങ്ങ. അല്ല ചിലവ് കുറഞ്ഞ ചുണ്ടങ്ങി അല്ല, ചിലവ് കുറഞ്ഞ കൂട്ടാനാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ലേ? എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. എണ്ണയ്ക്ക് വെളിച്ചെണ്ണയ്ക്കലും അല്ലേ? ആണോ? ഏതെങ്കിലും ഒന്ന് പറയും. ആണോ? ഇല്ല, അടിപൊളി കൂട്ടാട്ടാ. അപ്പോൾ ചുണ്ടങ്ങാനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടണ്ട. അതെ. എന്താ ചിരി വരുന്നു? ഞാൻ കൂട്ടാൻ്റെ ഇത് ആലോചിക്കുക. നമുക്ക് നിർത്താം. ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ മെല്ലെ കഴിക്കട്ടെ കേട്ടാ. അപ്പോൾ നമുക്ക് നിർത്താം.